എൻ്റെ ഉസ്താദ് കൂടിയായ ഷെയ്ഖുന ഉസ്താദ്, മഹത്തായ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖുന ഉമർ ഫൈസി ഉസ്താദ്, വാക്കോട് മൊയ്തീൻകുട്ടി ഉസ്താദ്, വളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ്, എൻ്റെ ഉസ്താദ് തന്നെയായ KT അബൂബക്കർ ഫൈസി ഉസ്താദ്, സമസ്തയുടെ മാനേജർ മൈൻകുട്ടി മാഷ്, മുസ്തഫ മാഷ്, വിഷയാവതരണം നടത്തിയ ബഹുമാന്യനായ ഹമീദ് ബസി അമ്പലക്കടവ്, സാലിം ഫൈസി കൊളത്തൂർ, മുബശ്ശിർ തങ്ങളടക്കമുള്ള വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിൽ സന്നിഹിതരായ വളരെ ബഹുമാന്യരായ ആലിമീങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ സദസ്സ് ഹമീദ് ബസി ഉസ്താദ് അവസാനിപ്പിച്ച ആ ഒരു വാചകം ഒരു അത്ഭുതമാണ്. നിങ്ങളാരും ഒരുപക്ഷെ അവസാന ഈ സെഷന്റെ, ഈ ദിവസത്തെ, ഈ പരിപാടിയുടെ വിഷയാവതരണമായ എന്റെ സംസാരം കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. കേട്ടിട്ടും മതിവരാതെ കുറച്ചു സമയം കൂടി ഈ മഹത്തായ ചാരത്തിരിക്കാം. ശംസുൽ ഉലമയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഇമ്പത്തോടെ, മഹബത്തോടെ കേൾക്കാം എന്നുള്ള ഒരു കരുതലിലാണ്. അതിന്റെ പ്രയോജനം ജീവിതത്തിലും മരിക്കുമ്പോഴും അതിനുശേഷവുമൊക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ദേശീയ സാഹചര്യത്തെ കൂടി വിലയിരുത്തി ബഹുസ്വര സമൂഹത്തിലെ ശംസുൽ ഉലമയുടെ മൻഹജ് ആലോചിക്കുക എന്നുള്ളതാണ് ഈ ഒരു അല്പസമയത്തെ നമ്മുടെ ഉദ്ദേശം. തീർച്ചയായും ഈ പരിപാടിയുടെ ശീർഷകം തന്നെ ദേശീയ സെമിനാർ എന്നാണ്. കേരളത്തിന്റെ മലബാറിലെ ഏകദേശം 2-3 ജില്ലകളിൽ സജീവമായും അതിനനുബന്ധമായി കുറേശ്ശെയും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആത്മീക സംഘടനയുടെ അതിന്റെ പ്രതിഫലനങ്ങളാണ് പുറത്തൊക്കെയുള്ളത്. ഒരു സാരഥിയെ സംബന്ധിച്ച്, അതിന്റെ ഒരു അതുല്യനായ ഒരു നേതാവിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചിലരൊക്കെ പറയാതെ ചോദിച്ചിരുന്നു, ചിലരൊക്കെ അത് എഴുതുകയും ചെയ്തിരുന്നു. ആർക്കും മറുപടി പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശവുമല്ല, ശൈലിയുമല്ല ആ കാര്യത്തിൽ. പക്ഷേ ശംസുൽ ഉലമയെ സൂക്ഷ്മമായി അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ ദർശനം, തത്വശാസ്ത്രം, ഫിലോസഫി അദ്ദേഹം മനസ്സിലാക്കി സമൂഹത്തിന് സമർപ്പിച്ചത് നാം പഠിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ സാഹചര്യത്തെ ഇത്ര മനോഹരമായി അല്ലെങ്കിൽ സമഗ്രമായി മനസ്സിലാക്കിയ മറ്റൊരു മുസ്ലിം ദേശീയ നേതാവ് തന്നെ ഉണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടി വരും. പലതുമായിരുന്നു അദ്ദേഹം. മഹാപണ്ഡിതനാണ്, സാത്വികനാണ്, സൂഫിയാണ്, വലിയാണ്, സോഷ്യൽ എഞ്ചിനീയറാണ്, ശരീഅത്തിന്റെ ഡോക്ടറാണ്, ഗ്രന്ഥകൃത്താണ്. ഞാൻ വരുമ്പോ ഉസ്താദിന്റെ അടക്കമുള്ള പ്രസംഗം ലൈവായി കേട്ടപ്പോ ഉസ്താദ് അതിൽ സൂചിപ്പിച്ചൊരു കാര്യം അത് ഞാനും കേട്ടിട്ടുണ്ട്. ശംസുൽ ഉലമയെ ദേശീയ സാഹചര്യത്തിൽ അവലോകനം ചെയ്യുമ്പോൾ അദ്ദേഹം വലിയ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ശംസുൽ ഉലമ എഴുതിയ പുസ്തകങ്ങൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരാണ്. സാധാരണഗതിയിൽ കിങ് മേക്കറാണ് കിങ്ങിനേക്കാൾ വലുത് എന്ന് പറയാറുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസയിൽ കിങ്ങിനേക്കാൾ വലുതാണ് കിങ് മേക്കർ. ആരാണ് രാജാവാകേണ്ടതെന്ന് തീരുമാനിക്കുന്നയാളാണ് കിങ് മേക്കർ. ശംസുൽ ഉലമ കിങ്ങും കിങ് മേക്കറുമാണ്. ഇന്നത്തെ മുഷാവറ, മഹത്തായ മുഷാവറ, ബഹുമാനപ്പെട്ട മുഷാവറ ശംസുൽ ഉലമ എഴുതിയൊരു കിതാബാണ്. ശംസുൽ ഉലമയുടെ മുമ്പിൽ ഇരുന്ന ശംസുൽ ഉലമയുടെ വിദ്യാർത്ഥികളാണ് നാം അനുഭവിക്കുന്ന ഈ മുഷാവറ. പതിറ്റിക്കണക്കിന്, നൂറ്റിക്കണക്കിന് അനുദിനം ശതഗുണീഭവിച്ചു വരുന്ന രചനാസ്പര്യകളിലേക്ക് സമസ്ത വികസിച്ചപ്പോൾ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒട്ടനേകം പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും വിരിച്ചെടുത്തു, വരച്ചെടുത്തു, വാർത്തെടുത്തു എന്നുള്ളതാണ് ശംസുൽ ഉലമയാണ് കിങ് മേക്കർ. ശംസുൽ ഉലമ എഴുതിയ തഹ്ഖീഖിന്റെ കിതാബാണ് സയ്യിദുൽ ഉലമ ജുഫ്രി മുത്തുക്കോയ തങ്ങൾ മുതൽ താഴോട്ടുള്ള ഓരോരുത്തരും. അതുകൊണ്ട് കിതാബ് എഴുതാത്ത ശംസുൽ ഉലമയെ ദേശീയ സാഹചര്യത്തിൽ അപ്രസക്തമാക്കുന്ന വർത്തമാനങ്ങൾ ശംസുൽ ഉലമയുടെ രചനയുടെ ആഴവും പരപ്പും ഏതർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കാത്തതിന്റെ ഒരു വിഷയമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദീകരിച്ച് പറയുകയല്ല.
ഇന്നത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് ഒന്ന് അവലോകനം ചെയ്തു നോക്കൂ. ഒരുപക്ഷെ നമുക്ക് പോലും പ്രാഥമികമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത, കാരണം നാം മനസ്സിലാക്കി ഉറച്ചുപോയ ചില ധാരണകൾക്കപ്പുറമായിരിക്കും ശംസുൽ ഉലമയുടെ സാമൂഹിക വായന എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ റബീഉൽ അവ്വലിൽ ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബാനർ തൂക്കിയതിന്റെ പേരിൽ യുപിയിൽ ഒരുപാട് അറസ്റ്റുകൾ നടന്നു. ബീഹാറിലും ആ വിഷയങ്ങളുണ്ടായി. അതിന്റെ പേരിൽ ബുൾഡോസർ രാജ് സംഭവിച്ചു. ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും മുസ്ലിങ്ങൾക്കുമൊക്കെ വിശേഷിച്ചുമുള്ള എല്ലാ ഭീഷണമായ സാഹചര്യങ്ങളും അള്ളാഹു ഇവിടുത്തെ ബർക്കത്ത് കൊണ്ട് നീക്കം ചെയ്യട്ടെ. ഞാനതിന്റെ രാഷ്ട്രീയമല്ല പറയുന്നത്. വളരെ പ്രയാസമുള്ള സാഹചര്യമാണ് ദേശീയ സാഹചര്യം. നമ്മുടെ നാട്ടിലെ സാഹചര്യവും അവലോകനം ചെയ്താൽ അതിന്റെ ചെറിയ പതിപ്പാണ്. എന്നും അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും ഒടുവിൽ അത് തലയിലെ തട്ടത്തിന്റെ പേരിൽ വരെ വന്നെത്തിയിരിക്കുന്നു. എന്നും മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഈ കാലത്ത് പ്രത്യേകിച്ച് കൂടുതൽ പ്രശ്നം എന്നുള്ളത് നമ്മുടെ അഖീദ സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ഫിർഔൻ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്രൂദ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ ജാഹിലുമാർ, ഇതൊക്കെ അതിന്റെ ആവർത്തനങ്ങളാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മളോടൊപ്പമുള്ള, ഇതാണ് എന്റെ വിഷയം, നമ്മോടൊപ്പമുള്ള നമ്മെ സഹായിക്കുന്ന ബഹുസ്വര സമൂഹത്തിലെ മതേതര രാഷ്ട്രീയ വാർത്താ മീഡിയകളിലെ പ്രതിനിധികൾ പറഞ്ഞും പറയാതെയും നമ്മെ ബോധ്യപ്പെടുത്തുന്ന രണ്ടു കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്നാമത്തേത്, മുസ്ലിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ഒരു വർത്തമാനം അതാണ്. ഇത് മുസ്ലിങ്ങളെ എതിർക്കുന്ന ആളുകളുടെ സംസാരം ഞാൻ പറയുന്നില്ല. അവരെ പ്രതിരോധിച്ച് നമ്മോടെയും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മയും കൂടെ നിർത്തുന്നവരുടെ സംസാരത്തിന്റെ ഒരു ധ്വനിയാണ്. നിങ്ങൾ പഴയതുപോലെ എല്ലാ കാര്യത്തിലും ഈ ശാഠ്യവും ശുഷ്കാന്തിയും ഇനി പിടിക്കരുത്, ചിലതൊക്കെ നിങ്ങൾ വിട്ടുപിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിവിടും. ഇതാണ് അവരുടെ ഒരു ഉപദേശം. രണ്ടാമത്തെ ഒരു ഉപദേശം, ഇനി നിങ്ങൾക്ക് ദീനിയായി ഇവിടെ ജീവിക്കാൻ പറ്റുന്നു, ആ സാഹചര്യം ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ആ ബില്ല് അങ്ങനെ ആക്കിയത്, പാസ്സാവാതിരുന്നത്. ഞങ്ങളും കൂടി ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തലയെക്കെട്ടും തൊപ്പിയും വെച്ച് നടന്ന് ജീവിച്ചു പോകുന്നത്. ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. നമ്മോടൊപ്പമുള്ളവർ നാം അവരെ വിലമതിക്കുകയാണ്. നമ്മോടൊപ്പമുള്ള അനുകമ്പയെ നാം വിലമതിക്കുകയാണ്. അവർക്ക് വേണ്ടിയൊക്കെ നാം ദുആ പോലും ചെയ്യണം. കോഴിക്കോടിന്റെ ആത്മീക സുൽത്താനായ ഖാദി മുഹമ്മദ് സാമൂതിരിയെ കുറിച്ച് പറഞ്ഞല്ലോ, യജിബു അലൽ മുസ്ലിമി അൻ യദഉ ലിസാമിരി, കാരണം സാമിരിയുമാ കുഫരിഹി ലി ദീനിനാ ഹറബഹും ബാസലുൽ ഖാസായിന. സാമൂതിരി ആള് അവിശ്വാസിയാണെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ബജറ്റിൽ പണം വകയിരുത്തുകയും ചെയ്തയാളാണ്. അതേപോലെ ഈ മതേതര നേതൃത്വത്തെ നാം വിലമതിക്കുന്നു. പക്ഷെ അവർ പറയുന്ന സംസാരം ഇങ്ങനെയാണ്: ഞങ്ങളെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപിടിക്കണം. ഈ ഒരു രീതി മീഡിയകളൊക്കെ പറയുന്നുണ്ട്. ഇതിന് അവരെ പ്രേരിപ്പിക്കുന്ന സാമൂഹിക പശ്ചാത്തലം ഏതാണ്? സാമൂഹിക പശ്ചാത്തലം ഇതാണ്: മുസ്ലിങ്ങളെ വിരുദ്ധർ, ഞാൻ ആ പേര് പറയുന്നില്ല, മുസ്ലിം വിരുദ്ധ ദേശീയ രാഷ്ട്രീയമാകട്ടെ, അതിന്റെ അലയൊലികൾ നിറമേതായാലും അല്ലെങ്കിൽ വേറെ ഭാവാദികളോടെ വരുന്നവരായാലും സംസ്ഥാന രാഷ്ട്രീയ അന്തരീക്ഷത്തിലും അവര് പറയുന്ന, പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്ന കാര്യം, മുസ്ലിങ്ങൾ ഇവിടെ ശക്തരായാൽ താലിബാനിസം നടപ്പിൽ വരുത്തും എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ഇവിടെ ശക്തരായാൽ ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കാനാണ് മുസ്ലിങ്ങളുടെ ശ്രമം എന്നുള്ളതാണ്. ഈ പ്രചരണം ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള നിഷ്കളങ്കരായ നിരപരാധികളായ ഹൈന്ദവ സഹോദരങ്ങളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ട് 4-5 മുസ്ലിങ്ങൾ ഒരുമിച്ച് ശബ്ദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പ്രതീകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാഥ പോയാൽ ഇതിന്റെ പിറകിലുള്ള അജണ്ട ഇന്ത്യയെ ഇസ്ലാമൈസേഷൻ ചെയ്യലാണ് എന്നവർ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയാലും ശബ്ദിച്ചാലും, മുസ്ലിങ്ങൾ എവിടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നാലും
അതിന്റെ പിറകിലുള്ള അജണ്ട ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളവർ ചിന്തിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 20% വക്താക്കൾ 70-80% മറിച്ചിടാൻ വേണ്ടി അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രചരണം ഈ 80% മനസ്സിലേക്ക് അറിയാതെ വന്നാൽ അവരങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടതുമുള്ളൂ. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല വാസ്തവം എന്ന് ഈ സമൂഹത്തെ നിരന്തരം ബോധവൽക്കരിച്ചു എന്നുള്ളതാണ് ശൈഖുന ശംസുൽ ഉലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ RSSന് അല്ലെങ്കിൽ അതേപോലെയുള്ള സംഘടനകൾക്ക് വഴിമരുന്നിടുന്നു എന്നൊരു പ്രയോഗം ഇവിടെ ഒരു ക്ലീശ ഡയലോഗാണ്. ഞാൻ ആ ഡയലോഗിന്റെ മറവിൽ അല്ല എന്റെ വിഷയം പറയുന്നത്. അതേസമയം മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്, മുസ്ലിം വിരുദ്ധ ചിന്താ പദ്ധതിക്ക് ഇവിടെ വളം അല്ലെങ്കിൽ ഇവിടെ അനുകൂല കൂറ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തിലെ ശുഷ്കാന്തിയായിരുന്നു ശംസുൽ ഉലമയുടെ രാഷ്ട്രീയ ദർശനം. ഒരു തബറുക്കിന് വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. സമസ്തയുടെ ഐതിഹാസികമായ 60ാം വാർഷിക സമ്മേളനം, അതിന്റെ ഉദ്ഘാടനമായിരുന്നു ശൈഖുന ശംസുൽ ഉലമയുടെ പ്രസംഗം. ഞാൻ കണ്ണൂരിൽ ഈയിടെ അത് അവലോകനം ചെയ്ത് സംസാരിച്ചപ്പോ ഒടുവിലായിരുന്ന സംസാരം എന്ന് ഞാനതിൽ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. 85-ലായിരുന്ന സമ്മേളനം, 87-ലാണ് നമ്മളൊക്കെ ദുനിയാവിലേക്ക് വരുന്നത്. അപ്പോ നമ്മുടെ മുണ്ടക്കളം ഓഫൂർദാരി ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നസീഹത്തൻ നിങ്ങൾ ഇത് പറയരുത്, ഞാനത് തിരുത്തുന്നു. പക്ഷെ ആ പ്രസംഗം നോക്കൂ, അതിൽ 4ാമത്തെ വാചകം മുതൽ ഈ വിഷയമാണ് ശംസുൽ ഉലമ പറയുന്നത്. ദേശീയ മുസ്ലിംകളുടെ, ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ കൾച്ചറൽ മുസ്ലിം അല്ല, ദേശീയാടിസ്ഥാനത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ മഗ്നക്കാട്ടയാണ് ശൈഖുന ശംസുൽ ഉലമയുടെ 60ാം വാർഷികത്തിന്റെ ഉദ്ഘാടന പ്രസംഗം. ഞാൻ അതിന്റെ അവലോകനം മാറ്റിവെച്ച് അത് തന്നെ പറയുന്നത് അതിന്റെ ഒരു ബർക്കത്തിന് വേണ്ടിയാണ്. കുറെ പറയുന്നില്ല, ആ ഭാഗം മാത്രം അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിൽ നിങ്ങളൊന്ന് അന്നത്തെ ഒരു ഭാവം വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ബഹുമാനികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വാർഷിക സമ്മേളനം പോലൊരു സമ്മേളനം കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലാത്തവരോ ആ ഏതെങ്കിലും ഒരു കക്ഷിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെല്ലാം സമ്മേളിച്ചത് സമസ്തയുടെ പാരമ്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാനാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഗവൺമെന്റിനോടും പൊതുസമൂഹത്തോടും ഈ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. ഇവിടെ ദീനീയായ വല്ല കാര്യത്തിലും നിങ്ങൾ കൈയിടുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം. തക്ബീർ, ഇത് 100ാം വാർഷിക സമ്മേളനത്തിന്റെ സുവനീറിൽ എന്നെ ഏൽപ്പിച്ച വിഷയം ഇതായതുകൊണ്ട് ഞാനിത് കേട്ടെഴുതിയതാണ്. കേട്ടെഴുതിയ നമ്മുടെ സമദ് റഹ്മാനി അയച്ചു തന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് കൈയിടാൻ സാധ്യമല്ല തക്ബീർ. അത് എല്ലാ ഭരണകൂടവും ശരിക്കും മനസ്സിലാക്കണം. ഇനി അടുത്തതാണ് നമ്മുടെ വിഷയം. വേറൊരു കാര്യം ഉണർത്താനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത് എന്തിനാണ്? അത് ഞാൻ കുറഞ്ഞ വാക്കുകളിൽ സമർത്ഥിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കണം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചേരമാൻ പെരുമാളുടെയും അതേപോലുള്ള പെരുമാളന്മാരുടെയും ഭരണകാലം ഉണ്ടായിരുന്നു. ഇത് പ്രസംഗത്തിന്റെ നടുവിൽ നിന്നെടുത്ത് പറയുകയല്ല, ഇതാണ് പ്രസംഗത്തിന്റെ ആരംഭം, ഇതാണ് മുഖദ്ദിമ. ആ സമയത്ത് സാമൂതിരി മഹാരാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നു. അന്നിവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിന്നിരുന്നു. യാതൊരുവിധ വർഗീയതക്കും സ്ഥാനമുണ്ടായിരുന്നില്ല. അതിവിടെ നിലനിൽക്കണം. യാതൊരുവിധ വർഗീയതയും പാടില്ല. തക്ബീർ, ഇത് നാം ഉണർന്നു ചിന്തിക്കണം. ആ സാമുദായിക സൗഹാർദ്ദം അഥവാ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രി നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. തക്ബീർ, അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ കൊണ്ട് മാത്രമേ, അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ കൊണ്ട് മാത്രമേ ഇവിടെ സാമുദായിക സൗഹാർദ്ദം സാധിക്കുകയുള്ളൂ. സുന്നത്ത് ജമാഅത്ത് നശിച്ചാൽ മാത്രമേ ഇവിടെ വർഗീയത വളരുകയുള്ളൂ. അതിവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ വർഗീയത ഉടലെടുക്കാൻ ഒരു സാധ്യതയുമില്ല. വർഗീയത ഈ രാജ്യത്ത് എത്ര വലിയ ആപത്താണെന്ന് നാം മനസ്സിലാക്കണം. പഞ്ചാബിലും മറ്റു സ്ഥലങ്ങളിലും നടമാടുന്ന അക്രമങ്ങൾക്ക് കാരണം വർഗീയതയല്ലാതെ വേറൊന്നുമല്ല. ഇത്തരം വർഗീയത ഇന്ത്യക്ക് തന്നെ ആപത്തല്ലേ? ഇത്തരം വർഗീയത
ഇന്ത്യക്ക് തന്നെ ആപത്തല്ലേ? ഇന്ത്യയെ കേരളത്തിന്റെ മലബാറിന്റെ കോഴിക്കോട്ട് വെച്ച് വിലയിരുത്തുകയാണ് മഹാനായ ഷംസുൽ ഉലമ. ഇതിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ, ഇത് കേവലം ഒരു അവകാശവാദമല്ല, ഇതിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിലനിർത്തൽ എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. കാരണം അതൊരു പാർട്ടിയല്ല. ഇതൊക്കെ വിശദീകരിക്കാൻ ഒരുപാട് സമയമാണ്. ഈ വിനീതൻ ആഗ്രഹിക്കുകയാണ്, ആ വിഷയത്തിൽ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 60ാം വാർഷിക പ്രസംഗത്തെ അവലോകനം ചെയ്തുകൊണ്ട് ഒരു പുസ്തകം തന്നെ തയ്യാറാക്കാൻ, അത്രയും അതിൽ കണ്ടന്റ് ഉണ്ട്. കേരള മുസ്ലിങ്ങൾക്കല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക്. ഞാനൊരു ഭംഗി വാക്ക് വെറുതെ പറയുകയല്ല, ഈ മഹത്തായ ചാരം ആ ബോധത്തോടെ പറയുകയാണ്. ഇന്ത്യൻ ദേശീയ സാഹചര്യത്തിലെ മാഗ്ന കാട്ടയാണ് സൂഫി പേഴ്സ്പെക്റ്റീവിൽ നടത്തപ്പെട്ട ആ മഹത്തായ പ്രഭാഷണം. കാരണം അതൊരു പാർട്ടിയല്ല, സുന്നത്ത് ജമാഅത്ത് ഒരു പാർട്ടിയല്ല, മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗീയ ചിന്താഗതിയല്ല, ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഒറ്റ വാക്കിൽ സമർത്ഥിക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 സെൻസ് കൂടി ഖാതിമുൻ നുബുവത്താണ് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ അടിത്തറ. നബി അന്ത്യപ്രവാചകനാണെന്നതിന്റെ അർത്ഥം എന്താണ്? വേറൊരു പ്രവാചകൻ ആവശ്യമില്ലെന്നാണ് ആ വാക്ക് നമ്മെ അറിയിക്കുന്നത്. വേറെ ഒരു പ്രവാചകൻ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ നബി കൊണ്ടുവന്നത് ഏത് ക്രമത്തിലുള്ളതാകണം? മാന്യ മുസ്ലിങ്ങൾ ആലോചിക്കണം. ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും മാർഗദർശനം നൽകുന്നതാകണം ആ അനുഭവത്തിന്റെ സന്ദേശം. മാന്യ സുഹൃത്തുക്കൾ ആലോചിക്കുക, ഒന്നും ഞാൻ കൂട്ടിക്കൊടുക്കുന്ന വാക്കല്ല, മാന്യ സുഹൃത്തുക്കൾ ആലോചിക്കുക. ലോകാവസാനം വരെ സർവ്വ മനുഷ്യർക്കും മാർഗദർശനം നൽകത്തക്ക ദീൻ ഇവിടെ വേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഖുർആൻ ഇത് ഉണർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ദീനിനെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വേറൊരു പ്രവാചകൻ പുതിയ ശരീഅത്തുമായി വരേണ്ടതില്ല. ആ നിലക്ക് ദീനിന്റെ മുഴുവൻ വശങ്ങളും കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും സ്പർശിച്ച് അവർ നടക്കേണ്ടുന്ന മുഴുവൻ ക്രമങ്ങളും ശരീഅത്തിന്റെ മുഴുവൻ നിയമങ്ങളും അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഖേന ലോകത്തെ അവതരിപ്പിച്ചുവെന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വേറെ നബി വരികയാണെങ്കിൽ ശരീഅത്തോടുകൂടി വരണം, അല്ലാതെ വേറെ എന്ന് മണ്ണാങ്കട്ടയുമായിട്ടാണ് അങ്ങനെ ഒരു നബി വരിക. നബിയുണ്ട് ശരീഅത്തില്ല എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഖത്മുൻ നുബുവത്ത് വാദമാണ് അടിസ്ഥാനം. പുതിയ നുബുവത്ത് വാദത്തെ, ഖാദിയാനിസത്തെ, അതേപോലെയുള്ള നുബുവത്ത് വാദങ്ങളെയും നമ്മൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നു. ആരും സംശയിക്കണ്ട. മാന്യ സുഹൃത്തുക്കൾ വീണ്ടും ചിന്തിക്കണം. ദീൻ വാചകം അള്ളാഹു പരിപൂർണമാക്കിയിരിക്കെ പിന്നെ നുബുവത്തിന്റെ ആവശ്യമുണ്ടോ? എന്നിട്ടും ഉളുപ്പില്ലാത്ത ചില ആളുകൾ നബിയാണെന്ന് വാദിച്ച് പ്രത്യക്ഷപ്പെടുന്നു. അവരെ പിൻപറ്റാൻ കുറെ ആളുകൾ മുതിരുകയും ചെയ്യുന്നത് അത്ഭുതകരമല്ലേ? ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം. അദ്ദേഹം ഈ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി എവിടെ എത്തിയിരിക്കുന്നു? ഇപ്പോൾ അത് SIO CO ആയിരിക്കുന്നു. കുറച്ചുകൂടി കൂട്ടിയാൽ സിയോണിസ്റ്റ് ആയി. അള്ളാഹു അവരെ കൊണ്ട് അവർക്ക് തന്നെ ഒരു പേര് നൽകിയിരിക്കുന്നു, ലാനത്താക്കപ്പെട്ട ഒരു പേര്. ആ പാർട്ടിയുടെ ഉദ്ഘാടനത്തിൽ ഹൈദരാബാദിൽ വെച്ച് അബുൽ ആല മൗദൂദി പ്രസംഗിച്ചു. ആഖിർ മേ एक बात है और कर देना करता हूं के फिक्र और कलाम के मज़ाइन में मेरा एक खास मसलक है जिसको मैंने अपने दाती तहकीकी बना पर इख्तियार किया है. അബുൽ ആല മൗദൂദി ജാഹിലാണ്. അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. എനിക്ക് അവസാനമായി ഞാൻ ആ ഭാഗം ആവർത്തിക്കുകയല്ല, പറയുകയല്ല, നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഈ ആശയം ശംസുൽ ഉലമ ആ അലകടലായി പരന്ന ആ മഹാസമ്മേളനം, അതിൽ അദ്ദേഹം ഒരു കാര്യം കൂടി ഹിക്കായത്ത് ചെയ്യുന്നുണ്ട്. ഒരു ഗൾഫ് പ്രതിനിധി അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, ഇതാണ് സാക്ഷാൽ ബഹ്റൈനി, ഒന്ന് മനുഷ്യന്റെ കടലും മറ്റൊന്ന് വെള്ളത്തിന്റെ കടലും. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല. എന്തുകൊണ്ടാണ് ശംസുൽ ഉലമ അങ്ങനെ ഒരു മനഹജിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, ചുറ്റുമുള്ള സമൂഹത്തിന്റെ വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രമേ സുന്നി സൂഫി ഇസ്ലാമിന്, അതാണ് ഇസ്ലാമിന്റെ എക്കാലത്തേക്കുമുള്ള ഒരു മനഹജ്, ഒരു സമൂഹത്തിൽ നിലനിൽക്കുക സാധ്യമാവുകയുള്ളൂ. ഇവിടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ചെറിയ ശ്രമങ്ങളാണെങ്കിലും നിരീശ്വര നാസ്തിക സ്വാതന്ത്ര്യ ചിന്താ പ്രവണതകളെ അതിന്റേതായ രീതിയിൽ അവരോട് സംസാരിക്കാൻ ചെറിയ ശ്രമം ഞാൻ നടത്താറുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒരു ആശയത്തെ അത് സംബന്ധിച്ച് പോലും ശംസുൽ ഉലമ എത്ര ദീർഘദർശനത്തോടെയാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 1400 കൊല്ലമായിട്ടും ഭൂമി മുഴുവനും ഇസ്ലാമിന്റെ അധീനതയിൽ വന്നില്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തത്വശാസ്ത്രം ഒരു പരാജയപ്പെട്ട തത്വശാസ്ത്രമാണെന്നല്ലേ ആ പറയുന്നത് എന്ന്.
രാഷ്ട്രീയപരമായി ഇസ്ലാമിന്റെ അധികാരം ഭൂമി മുഴുവനും സ്ഥാപിക്കലാണ് വിജയം എന്നുള്ളത് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡമാണ്. ഭൂമി മുഴുവനും ഇസ്ലാമിന്റെ കൊടിക്കീഴിലാവണം. ഭൂമി മുഴുവനും ഇസ്ലാമിക ശരീഅത്തിന്റെ കീഴിലായാലേ ഇവിടെ ആത്യന്തികമായി അള്ളാഹുവിന്റെ റസൂലിന്റെ തത്വശാസ്ത്രം വിജയിക്കുകയുള്ളൂ എന്നുള്ളത് ആരുടെ സിദ്ധാന്തമാണ്? അത് പാൻ ഇസ്ലാമിക് സിദ്ധാന്തമാണ്. ശംസുൽ ഉലമ അതിനെയാണ് ഈ പ്രസംഗത്തിൽ റദ്ദ് ചെയ്യുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. ആയത്ത് സുവിദിതമായ ആയത്തല്ലേ? യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ് വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ. അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ആയത്താണ്. ഏത് കാലഘട്ടമാണെങ്കിലും ഭൂമിയുടെ ഏത് പ്രദേശമാണെങ്കിലും മഹാത്മാക്കളെ വാർത്തെടുക്കുന്ന മഹാത്മാക്കളായ പണ്ഡിതന്മാർ അവശേഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിജയം എന്നുള്ള ശംസുൽ ഉലമയുടെ പ്രഖ്യാപനം. എത്ര വലിയ ആശയമാണ് ആ ആശയം! പാർലമെന്റിൽ പ്രാതിനിധ്യം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വലിയ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം, അതൊക്കെ അനുഗ്രഹങ്ങളാണ്. ഒരു അനുഗ്രഹത്തെയും നാം നിഷേധിക്കുകയല്ല. പക്ഷേ ആത്യന്തികമായി ലോക ഇസ്ലാമിക തത്വശാസ്ത്രത്തിന്റെ വിജയം, ഈ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നാം. ഏത് കാലഘട്ടത്തിലുള്ളവരെ മഹ്ശറിൽ വിചാരണക്ക് വെച്ചാലും അള്ളാഹുവിനെ തെറ്റ് ചെയ്ത് മാർഗഭ്രംശം സംഭവിച്ചവരോട് പറയാൻ കഴിയണം, നീ ജീവിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെയും ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അതാണ് ഈ ആയത്തിന്റെ ആശയം. പുണ്യനബി അതാണ് ചെയ്തത്. അവിടെ പറഞ്ഞ ക്രമം തന്നെ നോക്കൂ. യസ്ലു അലൈഹിം ആയാതിഹി. വിശുദ്ധ ഖുർആന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കും. വയുസക്കീഹിം, എന്നിട്ട് അവരെ ആത്മീകമായി സംസ്കരിക്കും. എന്നിട്ട് വയുഅല്ലിമുഹുൽ കിതാബ്, പിന്നെ വിദ്യാഭ്യാസത്തിന് പോലും പ്രസക്തിയുള്ളൂ. ഹുബ്ബാണ്, ഇഷ്ടാണ്, ആത്മീയതയാണ്, ഇഹ്സാനാണ്, തസവ്വുഫാണ്, സൂഫി സംസ്കാരമാണ് ലോക ഇസ്ലാമിന്റെ വിജയം എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെയുള്ള കേരളത്തിന്റെ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രീയത്തെ ഞാൻ ഒരിക്കലും നിസ്സാരവൽക്കരിക്കുന്നില്ല, അവരെ ധവളവൽക്കരിക്കുന്നില്ല, അതിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല. പക്ഷേ എരിതിയിൽ എണ്ണയൊഴിക്കുന്നതെന്ന പോലെ നാമും ആ ഒരു ചേരിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വഴുതാൻ പാടില്ല. എവിടെയും ശാന്തരായ, എവിടെയും പ്രശാന്തരായ, ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ പ്രതിനിധാനങ്ങളായ, വിശ്വാസത്തിന്റെ ആത്മബോധ്യങ്ങളിൽ നിന്ന് സമൂഹത്തോട് സംവദിക്കുന്ന ഏത് മുസ്ലിമിനും ഏത് കാലത്തും സമൂഹത്തിൽ സ്വീകാര്യതയുണ്ടായിരുന്നു. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ മാതൃകയാണ്. ഈ സംസ്കാരം, ഈ ഉമ്മത്തിന്റെ സംസ്കാരത്തിന്റെ പിതാവ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ശംസുൽ ഉലമയുടെ പ്രസംഗത്തിന്റെ ഒരു ശറഹാണ് ഞാൻ പറയുന്നത്. മത്തന് അതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പത്നിയായ ഹാജറ ബീവിയെയും കഅബാലയത്തിന്റെ അരികെ കൊണ്ടുപോയി പാർപ്പിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ടല്ലോ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ് ലഹും മിനസ് സമറാത്ത് ലഅല്ലഹും യഷ്കുറൂൻ. ഇതായിരുന്നു ശംസുൽ ഉലമയുടെ വഴി. ആരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം? മുഅ്ജിസത്തിന്റെ ഉടമസ്ഥനല്ലേ? എത്രയോ ഉയരത്തിൽ പറക്കുന്ന പറവകൾ പോലും കരിഞ്ഞു പോകത്തക്ക വിധം ശക്തമായ അഗ്നികുണ്ഡത്തിൽ അദ്ദേഹം എയ്യപ്പെട്ടപ്പോഴും, തേറ്റവെല്ലിനാൽ എയ്യപ്പെട്ടപ്പോഴും പ്രശാന്ത സുന്ദരനായി അതിൽ നിന്ന് അള്ളാഹുവിനെ വാഴ്ത്തിയ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിജനമായ മക്കയിൽ അപരിചിതമായ പ്രദേശത്ത് തന്റെ ഭാര്യയെയും മകനെയും കൊണ്ടുപോയി പാർപ്പിച്ചു. എന്നിട്ട് തൗഹീദ് പറയാൻ ഫലസ്തീനിലേക്ക് പോവുകയാണ്. ഞാൻ ഇതിന്റെ തഫ്സീർ പറയുകയല്ല, തൗഹീദ് പറയാൻ ഫലസ്തീനിലേക്ക് പോകുമ്പോ അള്ളാഹുവിനോട് ദുആ. എന്താ ദുആ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഅ. ഈ കൃഷിയോ തളിരോ ഇല്ലാത്ത ഈ മരുപ്പറമ്പിൽ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ സവിധത്തിലിതാ ഞാൻ എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ചില ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് പാർപ്പിച്ചത് എന്നറിയുമോ? റബ്ബനാ ലിയുഖീമുസ് സ്വലാ. ഇവിടെ നമ്മുടെ ആവശ്യം ഇതാണ്. ഞാൻ കേവലം കാട് കയറി പോവുകയല്ല. മുസ്ലിയാർ സമൂഹമാണ് നമ്മൾ. മുസ്ലിയാർ എന്ന വാക്കിന്റെ തന്നെ സാമൂഹികമായ അർത്ഥം എന്താ? ഹാജി എന്ന് പറഞ്ഞ ഹജ്ജ് ചെയ്യുന്നയാളാണ്. മുസല്ലിയാർ എന്ന് പറഞ്ഞാൽ അറബി പദമാണ് മുസല്ലി. അതിന്റെ കൂടെ ബഹുമാനിക്കുന്ന തമിഴ് വേർഡാണ് യാ. മുസല്ലിയാർ എന്ന് പറഞ്ഞാൽ നമസ്കാര സമൂഹം എന്നാണ്. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാറാണ്. നബറല്ലാഹു മർകദ റഹിമഹുല്ലാഹ്. ആ പാരമ്പര്യത്തിന്റെ വഴി ഇതാണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാ.
ആ സമൂഹം നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? മക്ക അന്ന് ഇസ്ലാമിന്റെ അധീനതയിലല്ല. ജുർഹും ഗോത്രം തുടങ്ങുന്നേയുള്ളൂ. പ്രാദേശിക സാഹചര്യം അനുകൂലമല്ല. അതുകൊണ്ട് മനോഹരമായി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, എന്ത് വേണമെന്നാൽ അടുത്ത വാക്ക് ചിന്തോദ്ദീപകമാണ്. ഖുർആന്റെ ഏറ്റവും വലിയൊരു പ്രമേയമാണ് ആ വാക്ക്. ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. അതുകൊണ്ട് ജനങ്ങളുടെ സമൂഹത്തിന്റെ ഹൃദയങ്ങളെ ഇവരെക്കുള്ള നീ കാരുണ്യത്തോടെ, യുക്തത്തോടെ, പ്രതിബദ്ധതയോടെ നീ ചേർത്ത് കൊടുക്കണമേ. എന്റെ വക ഒരു വാക്കില്ല. ഫജ്അൽ നീ ആക്കണമേ റബ്ബേ അഫ്ഇദതം മിനൻ നാസ്. ഫുആദ് എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളാണ്, മനസാക്ഷിയാണ്. ജനങ്ങളുടെ മനസാക്ഷിയെ തഹ്വി ഇലൈഹിം, എന്റെ സന്താന പരമ്പരയുടെ നേരെ നീ കാരുണ്യത്തോടെ ചേർത്ത് കൊടുക്കണമേ. ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിനും, ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിനും, ഇവിടെയുള്ള ഏത് സർക്കാരായാലും, ശംസുലയുടെ വഴിയതാണ്, ഏത് സർക്കാരായാലും നമ്മൾ ഭരണഘടനാപരമായി സന്ധി ചെയ്തവരാണ് ഈ നാട്ടിൽ. അതുകൊണ്ട് ഭരിക്കുന്നവർ ആരായാലും നമ്മുടെ ദുആ ഇതാണ്, ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. ആ സമൂഹത്തിന്റെ, ആ ഭരണകൂടത്തിന്റെ മനസ്സ് നമ്മളെക്കുള്ള നീ കാരുണ്യത്തോടെ ചേർത്ത് തരണമേ. മാത്രവുമല്ല അവിടെ സാമൂഹികമായ സാഹചര്യം അനുകൂലമാകണം. വർസുഖ് ലഹും മിനസ് സമറാത്ത്. സുഭിക്ഷതയുണ്ടാകണം. എങ്കിലേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, കഅബാലയത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞെടുത്തും ഈ രണ്ട് വാക്കാണ് പറഞ്ഞത്. അഹ്ലുസുന്നയുടെ മൻഹജതാണ്. ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹലത ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദി അത്അമഹും മിൻ ജൂ. ഞാനതിന്റെ ഒന്നും പരിഭാഷ പറയുന്നില്ല. എന്നേക്കാൾ പണ്ഡിതന്മാരാണ് മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ അടുത്ത രണ്ട് ഷർത്ത് നോക്ക്. ഏത് റബ്ബാണ് ഈ റബ്ബ്? ഈ റബ്ബ് ഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹലത ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദി അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. പട്ടിണി ഉണ്ടാകാൻ പാടില്ല. സാമൂഹികമായി ഭയചകിതമായി ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ ഭയരാഹിത്യം ഇവിടെ സാധിക്കണമെങ്കിൽ ഇവിടെ സംയമനത്തിന്റെ, അല്ലെങ്കിൽ ഈമാന്റെ വെളിച്ചമുള്ള മുസ്ലിമീങ്ങൾ ഉണ്ടാകണം. ഈമാന്റെ വെളിച്ചമുള്ള മുസ്ലിമീങ്ങൾ ഉണ്ടായാൽ അത് ലോകത്തിന്റെ, പ്രകൃതിയുടെ ഒരു സത്യമാണ്. സത്യങ്ങളെ നിഷേധിക്കാൻ കഴിയില്ല. മുഹിയുദ്ദീൻ മാലയിലുണ്ടല്ലോ, കൊള്ളക്കാര് ഗൗസുൽ ആലമിന്റെ കയ്യിൽ നിന്ന് ബാലനായിരിക്കുന്ന കാലത്ത് ദർസിൽ ഓതാൻ പോകുന്ന സമയത്ത് ഭാണ്ഡത്തിൽ നിന്ന് ഉള്ളതെന്താണെന്ന് ചോദിച്ചപ്പോൾ സത്യം തുറന്നു പറഞ്ഞു, ഉള്ള നാണയം എടുത്തു കൊടുത്തു. കൊള്ളക്കാര് തന്നെ അത്ഭുതപ്പെട്ടു പോയി, എന്തേ ഇങ്ങനെ? അപ്പൊ പറഞ്ഞു, ഉമ്മ പറഞ്ഞിട്ടുണ്ട് സത്യമേ പറയാവൂ. പിന്നെ എന്തേ ഉണ്ടായത്? അത് പ്രകൃതിയുടെ നീതിയാണ്. പിന്നെ ഉണ്ടായത് ആ അമ്പരപ്പിൽ വള്ളക്കാര് തിരിച്ചു കൊടുക്കുകയാണ്. മറ്റൊരനുഭവം മാത്രം കൂടി കൂട്ടിച്ചേർക്കട്ടെ. എന്റെ തന്നെ ഓർമ്മയിൽ സമസ്തയുടെ ഏതോ ഒരു ചെറിയ പരിപാടി തെക്കൻ കേരളത്തിൽ നിന്ന് വരുമ്പോൾ എന്റെ കൂടെ സാദിഖ് വൈസി താനൂറുണ്ട്. ട്രെയിനിൽ കേരളത്തിലെ ഒരു RSSന്റെ പ്രധാന മുഖമാണല്ലോ വത്സൻ തില്ലങ്കേരി ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ. സാദിഖ് വൈസിക്ക് മുൻ പരിചയമുള്ളത് കൊണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല, അവര് വളരെ ഊഷ്മളമായി സംസാരിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ അതിർപ്പത്തോടെ അദ്ദേഹത്തെ നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അദ്ദേഹത്തെ അന്നാണ് കണ്ടത്. അപ്പൊ കേരളത്തിലുള്ള ഇസ്ലാമിക ചലനങ്ങളും സയ്യിദുൽ ഉലമയെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ മതിപ്പോടുകൂടെ സംസാരിക്കുകയുണ്ടായി. ആ ചലനങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒരുപാട് വിഭാഗത്തിന്റെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്. പക്ഷെ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഇടയിലാണ് കണ്ണൂർ ജില്ലയിൽ AP വിഭാഗം സമസ്തയിലെ ഒരു വായിലായിരുന്നല്ലോ പഴശ്ശി ഉസ്താദ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എനിക്ക് ഓർമ്മയില്ല, ലത്തീഫ് സാദി മറ്റുമാണ്. അദ്ദേഹത്തിന്റെ മരണമുണ്ടായ തൊട്ടുടനെയാണ്. വത്സൻ തില്ലങ്കേരി പറഞ്ഞു, എന്റെ അടുത്ത നാട്ടുകാരനാണ്, അതേപോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനുണ്ടാവുകയില്ല. സംഘടനാപരമായ സംഗതിയല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ RSSകാരൻ ഇസ്ലാമിലുള്ള സാത്വികതയെ അംഗീകരിക്കുന്നതിന്റെ ഒരു തെളിവ് പോലെ. ഇതിന്റെ അർത്ഥം ഇനി ഇങ്ങനെ പറയണ്ട. ശംസുൽ ഉലമ സെമിനാറിൽ വെച്ച് ഒരു വിഷയാവതാരകൻ RSSനെ ലളിതവൽക്കരിച്ചു, അല്ലെങ്കിൽ RSSനെ ന്യായീകരിച്ചു എന്നല്ല. ഹിന്ദുത്വ തെറ്റാണ് എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. ഹിന്ദു മതവും ഹിന്ദുത്വയും ബന്ധമില്ല എന്ന് മാത്രമാണ് നിലപാട്. ഹിന്ദുത്വ നിരീശ്വരവാദമാണ് എന്നാണ് നിലപാട്. ഹിന്ദുത്വ നാസ്തികതയാണെന്നാണ് നിലപാട്. നമ്മുടെ നിലപാട് ഇവിടെയുള്ള ഹിന്ദുത്വ എന്ന് പറയുന്നത് സോഷ്യൽ ഡാർവിനിസത്തിന്റെ, യൂജനിസത്തിന്റെ, അർഹതയുള്ളവൻ ഭരിക്കട്ടെ, ഇല്ലാത്തവർ കഷ്ടപ്പെടട്ടെ എന്ന ഫ്രെഡറിക് നീഷയുടെ തത്വശാസ്ത്രത്തിന്റെ ബാക്കിപത്രമാണ് ഇന്ത്യൻ RSSും ഹിന്ദുത്വയും എന്ന് തന്നെയാണ് സംവാദാത്മകമായി എന്റെയും നമ്മുടെയും നിലപാട്. അത് അടിച്ചേൽപ്പിക്കാൻ നമ്മളില്ല, നേരത്തെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കാനും നമ്മളില്ല.
അക്കാദമികമായി വൈജ്ഞാനികമായി സംവാദത്തിനാണെങ്കിൽ എവിടെയും എന്ന പോലെ ഇന്നും എന്ന പോലെ ഇതിനില്ല, നമ്മൾ തയ്യാറാണ്. പക്ഷേ നമ്മൾ RSSനെ ചെറുതാക്കിയതല്ല. അതേസമയം RSSകാരാണല്ലോ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു മറുപുറം. ആ RSSകാരനും പ്രകൃതിയുടെ ഭാഗമാണ്. ആ RSSകാരന്റെ മനസ്സിലുമുണ്ട് അൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറഞ്ഞ ഫിത്രയുടെ അംശം അവന്റെ മനസ്സിലുമുണ്ട്. അതുകൊണ്ടാണ് 100 പേരെ കൊന്നയാള് കുത്തുബായി മാറുന്നത്. അതുകൊണ്ടാണ് ഒരു നാടിനെ മുഴുവനും വറപ്പിച്ച വലിയ മാഫിയ സംഘത്തിന്റെ തലവന്മാര് എന്ന് പോലും ചരിത്രം പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ ഖലീഫമാരായി ഒക്കെ മാറിയത്. ഇപ്പൊ ഞാൻ എന്റെ വിഷയം ദീർഘിപ്പിക്കുകയല്ല. ഇത്രത്തോളം ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു മതേതര പശ്ചാത്തലത്തിൽ എങ്ങനെയാകണം മുസ്ലിമിന്റെ വഴി എന്ന് കൃത്യമായി 10-30 കൊല്ലം മുമ്പാണ്, 985 ഓർക്കണം. ഇന്നത്തെ സാഹചര്യത്തിലല്ല. ഞാനത് വായിച്ചല്ലോ. പഞ്ചാബിലെയും ഉത്തരേന്ത്യയിലെയും നോർത്തിലെയും ഒക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ട് പറയുന്നത് അതിന്റെ അവസാന ഭാഗം അത് പറയുന്നുണ്ട്. ഞാൻ സമയം കളയുകയല്ല. മധ്യഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഇടക്കിടക്ക് അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നു, ഇസ്ലാമിക് ബോംബുണ്ടാക്കലല്ല നമ്മുടെ പണി. അദ്ദേഹം അതിൽ പറഞ്ഞ വാക്കാണത്. ഇസ്ലാമിക് ബോംബുണ്ടാക്കലല്ല നമ്മുടെ പണി. നിങ്ങൾക്കറിയുമോ? ജനങ്ങളോട് ചോദിക്കുകയാണ്. നാളിതുവരെ സമസ്ത കേരള ജമിയത്തുലമ ഏതെങ്കിലും ഒരു വിപ്ലവത്തിന് ഇവിടെ ആഹ്വാനം ചെയ്തിരുന്നോ? ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക നേതാവിന്റെ ധീരോക്തമായ പ്രഖ്യാപനമല്ലേ? തുറന്നു വെച്ച പുസ്തകമായിരുന്നില്ലേ ശംസുലമ? പ്രസംഗം സമാപിക്കുമ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ എന്റെ വക ആവേശത്തിന് പറയുകയല്ല. പ്രസംഗം സമാപിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നുകൂടി ലളിതമായിട്ടാണ് വിശദീകരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ അമുസ്ലിം, പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരന്മാരും സമസ്ത കേരള ജമിയത്തുലമയെ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ സാമൂഹികമായ വീക്ഷണങ്ങളും മാനവികമായ വീക്ഷണങ്ങളും അദ്ദേഹം പറയുന്നു. കോഴിക്കോട്ടെ മാനാഞ്ചിറ അദ്ദേഹം ഉദാഹരിക്കുന്നു. ജിഫ്രി തങ്ങള് വെള്ളമുണ്ടെന്ന് സ്ഥലം കണ്ടെത്തി കൊടുത്തു. സാമൂതിരി സ്ഥലം കൊടുത്തു. ടിപ്പു സുൽത്താൻ അതിന് പണം നൽകി. ഇതാണ് മലബാർ എന്ന് അദ്ദേഹം അന്ന് പ്രസംഗിച്ചു. ബാബർ വലിയും ശബരിമല അയ്യപ്പനുമാണ്. 2025 വിവാദം നമ്മൾ ഓർക്കണം. ശബരിമല അയ്യപ്പന്റെ കൂടെ ബാബർ വലിയിന്റെ പേര് വെക്കുന്നതിൽ അസഹിഷ്ണുതയുണ്ടായ രാഷ്ട്രീയ കാലമാണ് 2025. കഴിഞ്ഞ മാസമാണ് വിവാദമുണ്ടായത്. പക്ഷേ 985 ശംസുലമ മലയാളികളോട് പറഞ്ഞു, ബാബർ വലിയിന്റെ പേരിന്റെ കൂടെ ശബരിമല അയ്യപ്പന്റെ പേരുണ്ട്. ശബരിമല അയ്യപ്പന്റെ പേരിന്റെ കൂടെ ബാബർ വലിയിന്റെ പേരുണ്ട്. ഇത് ശംസുലമ മുഖത്ത് ഈ മനുഷ്യ സൗഹൃദത്തിന്റെ മുദ്ര കൃത്രിമമായി ഒട്ടിച്ചു വെക്കുന്നതല്ല. ശംസുലമക്കറിയാം ഇതാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ജെൻവിനായ, ഈ സത്യസന്ധമായ ഈ മാനവിക സ്നേഹം ശംസുലമക്ക് ഉള്ളതുകൊണ്ടാകണം ശംസുലമയുടെ മതേതരത്വം തെളിയിക്കാൻ ഓണത്തിന് പൂക്കളം ഇടേണ്ടി വന്നിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ശംസുലമയുടെ ബോധ്യം മനസ്സിൽ നിന്നായിരുന്നു. ഞാൻ ഒരു ആവേശത്തിന് പറയുകയല്ല. യഥാർത്ഥ മുസ്ലിം ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ഇരുട്ടത്ത് വെച്ച വെളിച്ചം പോലെയാണ്, വിളക്ക് പോലെയാണ്. എനിക്ക് ആ പ്രസംഗം അത്രക്കും ഒരു സ്പർക്കായതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹം അത് ഉദാഹരിച്ച വാക്കുകളാണ്. ഇരുട്ടത്ത് വെളിച്ചം വെച്ചാൽ എന്തോ അതേപോലെയാണ് യഥാർത്ഥ മുസ്ലിം ഒരു സമൂഹത്തിൽ. ആ മുസ്ലിമിന്റെ മനസ്സെന്ന് പറയുന്നത് കരുണയുടെ മനസ്സായിരിക്കും, അനുകമ്പയുടെ മനസ്സായിരിക്കും. ആ വെളിച്ചത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. സത്യം താൽക്കാലികമായി ആര് നിഷേധിച്ചാലും, തേച്ചരച്ചാലും പൊട്ടിമുളക്കുന്ന കാട്ടപ്പയുടെ കൗരിത്തോടെ സത്യം നാമ്പ് നീട്ടി പുറത്തു ചാടും എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. അത് ശംസുലമയുടെ മാത്രം വഴിയല്ല, ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ എല്ലാ ഉലമായിന്റെയും വഴിയതാണ്. എല്ലാ ഉലമായിന്റെയും. ഇവിടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ ഒരുപാട് നമ്മളെക്കാളൊക്കെ പരിചയ സമ്പന്നരായ പരിണിത പ്രജ്ഞരായ മുദരിസുമാര്. ഏറെക്കുറെ എല്ലാ കിതാബിന്റെയും മുഖദ്ദിമയിൽ എന്താ? പഴയകാല കിതാബിന്റെ ഒരു സ്റ്റൈൽ എന്താ? ആ മുഖദ്ദിമയിൽ 2-3 വാക്കുണ്ടാവും. രാജാക്കന്മാരെ മുഖസ്തുതി. എന്തിനാ? രാജാക്കന്മാരെ ആളായിട്ടാണോ? അല്ല. ഈ കിതാബ് ഇവിടെ രചിക്കണമെങ്കിൽ, ദർസ് നടക്കണമെങ്കിൽ മുഖസ്തുതി പറയണം. ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു കിതാബ് തന്നെയുണ്ട്, മുഖദ്ദിമകളിലെ മുഖസ്തുതി. നമ്മൾ സാധാരണ ദർസിൽ ഓതിക്കൊടുക്കുന്ന മുഖ്തസറിലെ ആ ഭാഗം ഒരു അഭിപ്രായ പ്രകാരം ശർഹു തഹ്ദീബിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ. മഹാനായ സഅദുദ്ദീൻ തഫ്താലാനി റഹിമഹുള്ളയുടെ ശർഹു തഹ്ദീബിന്റെ അല്ലെങ്കിൽ തഹ്ദീബുൽ മന്തിഖിന്റെ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ജഅൽതുഹു തബ്സുറത്തൻ ലിമൻ ഹാവലത് തബസ്സുറ ലദൽ അഫ്ഹാബ് വതദ്കിറതൻ ലിമൻ അറാദ അൻ യതദക്കറ മിൻ ദവിൽ അഫ്ഹാബ്. എന്നിട്ട് എന്താ പറയുന്നത്? സിയമൽ വലദ, വലദീനും വലദൂന്നും വായിക്കാം. ഞാൻ ഹിന്ദി നഹ്വല്ല,
سيما الولد العز الحفي الحري حبيب الله عليه التحية والسلام لا زال له من التوفيق قوام ومن التعيد عصام ഇതാണ് ശർഹ് തഹ്ദീബിന്റെ മത്തൻ. എന്റെ അത് തഫ്താനി ഇമാം തൗരിയത്തിന് പറഞ്ഞതാണ് അഭിപ്രായം. അദ്ദേഹത്തിന്റെ മകന്റെ പേരും മുഹമ്മദ് എന്നാണ്, രാജകുമാരന്റെ പേരും മുഹമ്മദ് എന്നാണ്, മുഹമ്മദ് ബാഷ. അപ്പോ അവിടെ ഈ കിതാബിന്റെ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ഇറാനല്ലേ രാജാവിന്റെ മുഖസ്തുതി പറയേണ്ടി വരും, രാജകുമാരന്റെ കൂടെ ഒരു ഡിപ്ലോമസി കാണിക്കേണ്ടി വരും. അതുകൊണ്ട് പറയുകയാണ് ഈ ഗ്രന്ഥം പ്രത്യേകിച്ച് ആർക്കാണ് ഗുണപരം എന്ന് ചോദിച്ചാൽ അൽ വലദൽ അഇസ്സൽ ഹഫിയൽ ഹരിയ, പ്രിയപ്പെട്ട അഭിമാനിയായ എന്റെ ഇഷ്ടപുത്രനായ വ്യക്തിക്കാണ് പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമീയ ഹബീബില്ലാഹി, അള്ളാന്റെ ഹബീബിന്റെ സഹനാമക്കാരനാണ്, മുഹമ്മദ് എന്നാണ് പേര്. ഇത് രാജകുമാരനാണെന്നുള്ളതിന്റെ സൂചന ചില ഹാഷിയക്കാർ കൊണ്ടുവരുന്നത് അതിന്റെ ശേഷമുള്ള വാക്കാണ്. ലാ സാല ലഹു മിനൽ തൗഫീഖ് ഖിയാം, എന്നും അദ്ദേഹത്തിന് സൗഭാഗ്യത്തിന് നിലനിൽപ്പുണ്ടാകട്ടെ. വമിനത് തഈദി ഇസ്വാമൻ, തെറ്റിപ്പോകാതിരിക്കട്ടെ. ഇറാനാണ്, ഷിയ വിശ്വാസമൊക്കെ ഉള്ള നാടാണ്. ഷാരിഹ് തന്നെ മുഹമ്മദ് അൽ യസ്ദി ഷിയക്കാരനാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിശദീകരണങ്ങളൊക്കെ വരുന്നത്. ഇത് പഴയ ഉലമാഇന്റെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ കെടാതെ വാടാതെ ബാക്കിയാക്കിയതിന്റെ നമ്മുടെ കാലഘട്ടത്തിലെ ചിത്രമാണ്, അതിന്റെ മാതൃകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, അതിന്റെ കാലത്തേക്കുമുള്ള ചിരകാലം അഗ്നാക്കാട്ടയായിരുന്നു മഹാനായ മഹത്തായ ശൈഖുനാ ശംസുൽ ഉലമ. ജീവിതത്തിലും മരണത്തിന്റെ സന്ദർഭത്തിലും അതിന് ശേഷവും അള്ളാഹു അവിടത്തോടൊപ്പം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നാം നിയത്ത് ചെയ്യുന്ന എല്ലാ നമ്മുടെ ആൾക്കാരുടെ ഒപ്പവും അള്ളാഹു നമ്മളെ അനുഗ്രഹങ്ങളുടെ കൂട്ടാരത്തിൽ